കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത കർഷകന്റെ കുടുംബത്തെ വട്ടം ചുറ്റിച്ച് ഉദ്യോഗസ്ഥർ. വായ്പാ തുക മുഴുവൻ അടയ്ക്കാൻ തയ്യാറായി SC/ST കോർപ്പറേഷൻ ഓഫീസിലെത്തിയിട്ടും ഇവരുടെ ആധാരം തിരികെ നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ആത്മഹത്യ ചെയ്ത കർഷകന്റെ കുടുംബത്തിന്റെ ജപ്തി വിവരമറിഞ്ഞ് സഹായവുമായി നടനും BJP നേതാവുമായ സുരേഷ് ഗോപി രംഗത്തെത്തുകയായിരുന്നു. ബാധ്യതയായിട്ടുള്ള മുഴുവൻ തുകയും അടയ്ക്കാനെത്തിയ ഇവരിൽ നിന്നും പണം വാങ്ങാനോ ആധാരം തിരികെ നൽകാനോ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. തുടർന്ന് ഇവർക്കൊപ്പമെത്തിയ BJP പ്രവർത്തകർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. ജപ്തി നടപടികൾ നിലവിൽ മരവിപ്പിച്ചിരിക്കുകയാണെന്നും അന്വേഷണം നടക്കുകയാണെന്നുമാണ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ പണം വാങ്ങാനോ ആധാരം തിരികെ നൽകാനോ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഇനി ഭാവിയിൽ സർക്കാരിന്റെ ധനസഹായം ആവശ്യമില്ല എന്ന് എഴുതി നൽകിയാൽ വായ്പാ തിരിച്ചടവിന് അനുവദിക്കാമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. തുടർന്ന് സുരേഷ് ഗോപി K. രാധാകൃഷ്ണനുമായി സംസാരിക്കുകയും മരിച്ച കർഷകന്റെ പേരിൽ കോർപ്പറേഷനിലുള്ള മുഴുവൻ വായ്പാ തുകയും എഴുതിത്തള്ളാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതേ തുടർന്നാണ് താൽക്കാലികമായി പ്രതിഷേധം BJP പ്രവർത്തകർ അവസാനിപ്പിച്ചത്. ആ ഓമന ചേച്ചിയുടെയും മക്കളുടെയും കൂടെ ഈ ഓഫീസിന് മുന്നിൽ വളരെ ശക്തമായിട്ടുള്ള സമരം രാവിലെ ആരംഭിക്കുകയും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിരന്തരമായ ചർച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അവറുകൾ പട്ടികജാതി വകുപ്പ് മന്ത്രി ശ്രീ K. രാധാകൃഷ്ണനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഉറപ്പിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഉറപ്പ് ഇവിടെ കൊടുക്കാനുള്ള 47,000 രൂപ അത് എഴുതിത്തള്ളാൻ തീരുമാനമെടുക്കും എന്ന ഉറപ്പ് അദ്ദേഹം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ താൽക്കാലികമായി സമരം പിൻവലിക്കുകയും ചെയ്തു. കർഷക കുടുംബത്തെ ദ്രോഹിക്കാനാണ് ഇനിയും കോർപ്പറേഷൻ ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. അമൃത ന്യൂസ്, ആലപ്പുഴ.